നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം ആരാണ് ചിന്തിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിപ്പോൾ എപ്പോൾ കേട്ടാലും ഇത് റെസൊനേറ്റ് ആവുന്നതാണ്. ഇത് ജെൻഡർലെസ് ആണ്, ഏജ്ലെസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കേട്ടാലും നമുക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം ആരാണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത്. നമുക്ക് നോക്കാം ഏത് വ്യക്തിയാണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് അമിതമായിട്ട് ചിന്തിക്കുന്നത് നോക്കാം. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ആരാണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് അമിതമായിട്ട് ചിന്തിക്കുന്നത് നോക്കാം. ഷഫിൾ ചെയ്ത് കാർഡ് എടുക്കാം. ആരാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും മെഡിറ്റേറ്റ് ചെയ്ത് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എന്നിട്ട് റീഡിങ് കാണുക. നമുക്ക് നോക്കാം ഏത് വ്യക്തിയാണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് നോക്കാം. ആരാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നോക്കാം. കുറച്ച് കാർഡുകൾ എടുക്കാം. ഒരു ഡബിൾ കാർഡാണ് ഫസ്റ്റ് വന്നത്. 8 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. മൂൺ കാർഡ് വന്നിട്ടുണ്ട്. ദ എംപ്രസ് എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. മജീഷ്യൻ എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. 7 ഓഫ് പെൻഡക്കിൾ എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. സൺ എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ആരാണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് നമുക്ക് നോക്കാം. കുറച്ച് കാർഡുകൾ നമ്മളെടുത്തു. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം ആരാണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് നോക്കാം. നിങ്ങളെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് സെപ്പറേഷനിലുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെപ്പറ്റി ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത്. അത് നിങ്ങളുടെ പാർട്ട്ണർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ പാർട്ട്ണർ ആവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ പാർട്ട്ണറാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇവിടെ എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങളുമായിട്ട് പിരിഞ്ഞു പോയൊരു വ്യക്തിയാണ്. നിങ്ങളുടെ ഒരു പാർട്ട്ണറാണ്. ഒരു ഫിസിക്കൽ റിലേഷനിലുള്ളൊരു വ്യക്തിയാണ്. നിങ്ങളുമായിട്ട് മുൻപ് കാലങ്ങളിൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലുള്ളൊരു വ്യക്തിയാണ് തീർച്ചയായിട്ടും നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്. അത് നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം. ഒരു മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം. ഇപ്പോൾ സെപ്പറേഷനിൽ നിൽക്കുന്ന നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം. അല്ലെങ്കിൽ അതായത് ലീഗലി ഡിവോഴ്സ് ആവാത്ത ആൾക്കാരുണ്ടല്ലോ, അതായത് ചെറിയ കാരണങ്ങളാൽ പിണങ്ങി നിൽക്കുന്ന അവരാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലവറാവാം. നിങ്ങളെ കളഞ്ഞിട്ട് പോയ നിങ്ങളുടെ ഒരു പ്രണയിക്കുന്ന ഒരു വ്യക്തിയാവാം. അപ്പോൾ അവരാണ് നിങ്ങളെക്കുറിച്ച് ഡീപ്പായിട്ട് ചിന്തിക്കുന്നത്. അവരുടെ ഓർമ്മകളിൽ ഇപ്പോഴും നിങ്ങളുള്ളതായിട്ട് കാണുന്നുണ്ട്. എന്താണ് അവർ ചിന്തിക്കുന്നത് നമുക്ക് നോക്കാം. അവർ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സൺ കാർഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യാശയുടെ കാർഡാണ്. ഒരു ന്യൂ ബിഗിനിങ്. ഇത്രയും നാൾ ഇവർക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഈ ഒരു ബന്ധത്തിൽ ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് വരുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ ഒരു ആക്ഷൻ എടുക്കാൻ. അവർ ഡീപ്പായിട്ട് ഈ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. അവരിതിനൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം മാരീഡ് ആവാത്തവരാണെങ്കിലും അല്ലെങ്കിലും അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗൈഡൻസ് ആണ് എനിക്ക് മനസ്സിലായത്. അതായത് നിങ്ങളിൽ നിന്ന് അകന്നു പോയ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ അടുത്തേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതായത് നിങ്ങളിൽ നിന്ന് അകന്നു പോയ വ്യക്തികളാണെങ്കിൽ തന്നെ നിങ്ങളിൽ നിന്ന് അവർ അടുത്തേക്ക് വരാനായിട്ട് ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിനൊരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് കേട്ടോ വന്നത്. അതായത് അവർ ഈ ഒരു ബന്ധത്തിന് ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ.
അവരൊരു ലോങ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ അവർ കാത്തിരിക്കുന്ന, അവരുടെ ലൈഫിലേക്ക് അവർ ക്ഷണിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ. അവർ തീർച്ചയായിട്ടും നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ക്ഷണിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു നീതി തരണം എന്ന് ചിന്തിക്കുന്നുണ്ട് അവർ. ആ ഒരു വ്യക്തി ഡീപ്പായിട്ട് നിങ്ങളെ അവരുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു ബന്ധത്തിനൊരു പുതിയ തുടക്കം. അവർക്ക് ഇത്രയും നാളും ഇതിനൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഇനി അവരൊരു കോൺഫിഡൻറ്റോട് കൂടി ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കാർഡും കൂടി എടുത്ത് നോക്കാം, ഒന്ന് ക്ലാരിറ്റിക്ക് വേണ്ടി. അവരെന്താണ് ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നത് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു ലോങ് ടൈം റിലേഷൻഷിപ്പാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പ്. ക്യൂൻ ഓഫ് സോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അവരിപ്പം ബുദ്ധിപരമായിട്ട് കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട്, ഒരു വിവേകത്തോടു കൂടി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജിയാണ്. വളരെ പക്വതയുള്ള, ബുദ്ധി കൊണ്ട് കാര്യങ്ങളെ, ഇമോഷണലി കാര്യങ്ങളെ എടുക്കാതെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങളെ എടുക്കുന്നൊരു വ്യക്തിയാണ്. അതായത് വൈകാരികമായിട്ടൊരു കാര്യത്തെ അവരെടുക്കാറില്ല. അവർ ഈ ഒരു ബന്ധത്തെ എങ്ങനെയാണ് ഒരു ബുദ്ധിപരമായിട്ട്, ഒരു ഇൻഡ്യൂട്ടീവ്ലി അവർ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തെ പറ്റി. അത്രത്തോളം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നാണ് ഇപ്പം കാണിക്കുന്നത്. അതുപോലെ ഈ ഒരു ക്യൂൻ ഓഫ് സോഡ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ അവരൊരു ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജി ആണെങ്കിൽ അത് വളരെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെ ഒരു ബ്യൂട്ടിഫുള്ളാണ്. കാര്യം ഒരു പക്വതയാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ. ഒരു പക്വതയോടുകൂടി തീരുമാനം എടുക്കാനുള്ള കഴിവ്, അത് ഉള്ള കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു വ്യക്തിയായിട്ട്. അതായത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്, ഉള്ള കാര്യങ്ങൾ തുറന്നു പറയുന്ന വ്യക്തി, ആരുടെ മുഖം നോക്കാതെ സത്യത്തിനെ ഇപ്പം നിൽക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലായിട്ട് ഒരു കാര്യം, അവർക്ക് ചില തിരിച്ചറിവുകൾ സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട്. അതായത് ഇവിടെ ഒരു റീബർത്താണ് നിങ്ങളുടെ ബന്ധത്തിന് നടക്കുന്നത്. ഒരു 10 ഓഫ് സോഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിന്, നിങ്ങളുടെ ബന്ധം ഒരു റീബർത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സൈക്കിൾ അവസാനിച്ച് മറ്റൊരു സൈക്കിളിൽ വരുന്നുണ്ട്. ഒരു കാർഡും കൂടി എടുക്കാം. ഡെഫിനറ്റ്ലി ഒരു ടവർ കാർഡും കൂടെ വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഒരു സൈക്കിൾ അവസാനിച്ച് മറ്റൊരു സൈക്കിൾ തുടങ്ങുന്നതായിട്ടാണ് കാണുന്നത്. അത്രത്തോളം ആ ഒരു വ്യക്തി പെയിൻഫുൾ സിറ്റുവേഷൻ അനുഭവിച്ചു. ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ അതിൽ നിന്ന് മാറി നിങ്ങളിലേക്ക് വരാനാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ഡീപ്പായിട്ട് അവർ മിസ് ചെയ്യുന്നുണ്ട്. അപ്പം ആരാണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോഴും ഓർക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിൽ നിന്ന് അകന്നു പോയൊരു വ്യക്തിയാണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഓർക്കുന്നത്. അവരോർക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ തീർച്ചയായിട്ടും അവരൊറ്റയ്ക്ക് ഇരിക്കുമ്പം അവർക്ക് പല കാര്യങ്ങളും മിസ്സാവുന്നുണ്ട് ഇപ്പം ജീവിതത്തിൽ. അതായത് നിങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന ഒരു സിൻസിയറായിട്ടുള്ള, അത് ഞാൻ നേരത്തെ റീഡിങ് വന്നപ്പോൾ പറഞ്ഞായിരുന്നു, അത് അങ്ങനത്തെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് ഒരു സത്യസന്ധമായ ഒരു സ്നേഹമായിരുന്നു നിങ്ങളുടെ, ഞാൻ നേരത്തെ റീഡിങ് എടുത്തു വന്നപ്പം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നുണ്ട്. അതാണ് ഈ ഒരു ഇതാണ് 10 ഓഫ് സോഡ് സൂചിപ്പിക്കുന്നത്. യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നുണ്ട്. ഇതിനൊരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഉദയം, അതാണ് ഒരു പുതിയ ഉദയം നിങ്ങളുടെ ബന്ധത്തിലുണ്ടാകുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും എൻ്റെ റീഡിങ്ങിൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് എൻ്റെ ചാനലൊന്ന് കൂട്ടാക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടിയുണ്ട്. തീർച്ചയായിട്ടും ഈ റീഡിങ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും ഒരു റീഡിങ്ങിലൂടെ കാണാം. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നന്മകൾ എല്ലാവരുടെയും ലൈഫിലുണ്ടാവട്ടെ. അപ്പം വീണ്ടും മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.